ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുധീർ സോമരാജൻ. ഇന്ന് ഞാൻ കൊല്ലൂരിൽ നിന്നും ഇടമണ്ണിലോട്ട് ഒരു ട്രെയിൻ യാത്ര നടത്തി. അതിൻ്റെ കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കൊല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിൽ ഞാൻ കയറി. ട്രെയിൻ കൊല്ലൂർ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ കൊല്ലൂരിൻ്റെ ഭംഗിയാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അരമണിക്കൂർ എടുക്കും കൊല്ലൂരിൽ നിന്നും ഇടമണ്ണിലേക്കുള്ള ദൂരം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കൊല്ലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലാണ്. വളരെ സുന്ദരമായ ഹോസ്പിറ്റൽ കെട്ടിടം നമുക്ക് കാണാൻ കഴിയും. ട്രെയിനിൽ നിന്നുള്ള വ്യൂ നല്ലൊരു വ്യൂ ആണ്. കെട്ടിടത്തിന് നല്ല ഭംഗിയാണ്. ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതിൻ്റെ സേവനങ്ങളെക്കുറിച്ചൊക്കെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഭംഗി മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കല്ലടയാറാണ്. ഇവിടെ നോക്കിയാൽ തൂക്കുപാലവും നമ്മുടെ പുതിയ പാലവും കാണാം. ട്രെയിൻ കല്ലടയാർ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കല്ലടയാർ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ട്രെയിൻ മുന്നോട്ട് കൊണ്ടുവരികയാണ്. കൊല്ലൂരിൻ്റെ ഭംഗി, എന്ത് മനോഹരമായ കാഴ്ചകൾ! എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് കൊല്ലൂരിൻ്റേത്. വളരെ സുന്ദരമായ ഒരു നഗരം. നമ്മുടെ ഒരു ഗ്രാമവും ഒരു ടൗൺഷിപ്പും എല്ലാം സുന്ദരമായ ഒരു നാടാണ് കൊല്ലൂർ. ട്രെയിൻ ഇപ്പോൾ തലയനാട് എത്തിക്കഴിഞ്ഞു. വാളക്കോട് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തലയനാടോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് നല്ല കൃഷിയിടങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കാണുന്നത് തലയനാട് പാലമാണ്. വണ്ടികളും മറ്റും പോകുന്നത് ദേശീയ പാതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ട്രെയിൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വളരെ സാവകാശമാണ് ഈ റീച്ചിൽ ട്രെയിൻ പോകുന്നത്. പ്രത്യേകിച്ചും കൊല്ലൂരിൽ നിന്ന് ഇടമണ്ണോട്ടുള്ള യാത്ര വളരെ സാവകാശമാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് തെങ്കാശി വരെയും വളരെ സ്ലോ ആയിട്ട് തന്നെ ട്രെയിൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഇവിടെ വളരെ സ്പീഡിൽ ട്രെയിൻ പോകുന്നത് വളരെ ആയാസകരമായ കാര്യമാണ്. ഇപ്പോൾ ബ്രോഡ്ഗേജ് ആയിട്ട് പോലും ട്രെയിൻ വളരെ സാവകാശമാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ ഏകദേശം ഇടമൺ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് കഴിഞ്ഞു. നമുക്കിപ്പോൾ വാഴവിള ഭാഗം അവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാഴവിള ഭാഗം ഇപ്പോൾ കഴിഞ്ഞു. ഏകദേശം ട്രെയിൻ ഇപ്പോൾ ഇടമൺ റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൻ്റെ ഭംഗിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇടമണിൻ്റെ പുതിയ റെയിൽവേ സ്റ്റേഷൻ വളരെ ഭംഗിയായി വലിയ ട്രെയിനിൽ ഒന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള നീണ്ട പ്ലാറ്റ്ഫോം, നല്ല രീതിയിലുള്ള നവീകരണമാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയിരിക്കുന്നത്. നമുക്കിപ്പം ട്രെയിൻ സർവീസ് വളരെ കുറവാണ്. കുറച്ച് സർവീസുകളേ ഉള്ളൂ. എന്നിരുന്നാലും ഭാവിയിൽ ഇനിയും സർവീസുകൾ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ നാടിൻ്റെ ഒരു മുഖമുദ്രയാണ് ഇടമൺ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എന്ത് ഭംഗിയാണ്. നമ്മൾ ഈ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ട്രെയിനിലൊന്ന് സഞ്ചരിച്ച് നോക്കണം. അന്നേരമാണ് നമുക്ക് നമ്മുടെ നാടിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ വളരെ നവീകരിച്ച രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷൻ വളരെ ഭംഗിയായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഇടമൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണം. ഏകദേശം അരമണിക്കൂർ എടുത്ത് നമുക്ക് കൊല്ലൂരിൽ നിന്ന് ഇടമണ്ണിലെത്താം. നമ്മുടെ പുതിയ റെയിൽവേ സ്റ്റേഷൻ്റെ ഭംഗിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല ഭംഗിയാണ്, നല്ല വിശാലമായ റെയിൽവേ സ്റ്റേഷൻ, വളരെ ഭംഗിയുള്ള കിഴക്കോട്ടുള്ളയൊക്കെ ആ വ്യൂ കാണാൻ എന്ത് ഭംഗിയാണ്. ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണും വരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. സുധീർ സോമരാജൻ.